കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി, LDയുടെ മെയിൻ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിക് ആണ്. ഇപ്പോൾ PSC എപ്പോഴും സെലക്ട് ചെയ്യുന്നൊരു ഏരിയയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ്, അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ തുടങ്ങിയവ. US ഓപ്പൺ അല്ല. അപ്പോൾ ഇതിൽ ഇത്തവണ ചോദിക്കാൻ സാധ്യത കൂടുതൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അതിൽ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിക്, വനിതാ വിഭാഗം ജേതാവ് സോഫിയ കെനിൻ. ഒന്നുകൂടി, ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിക്, വനിതാ വിഭാഗം ജേതാവ് സോഫിയ കെനിൻ. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിനെ പുനർനാമകരണം ചെയ്തത് സുഷമ സ്വരാജ് ഭവൻ എന്നറിയപ്പെടുന്നത്. പ്രവാസി ഭാരതീയ കേന്ദ്രം പുനർനാമകരണം ചെയ്തു. ഇനി തൊട്ട് അറിയപ്പെടുന്നത് സുഷമ സ്വരാജ് ഭവൻ എന്ന പേരിലാണ്. സുഷമ സ്വരാജ് ഭവൻ. നിലവിലെ ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കഥാസമാഹാരമാണ് ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എഴുതിയ ഹിന്ദി എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കഥാസമാഹാരം ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ 2020 പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ സമാഹാരമാണ് കഥാസമാഹാരം ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. 47 വർഷത്തിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറിയ രാജ്യം ബ്രിട്ടനാണ്. യൂറോപ്യൻ യൂണിയനിൽ ഇനി എത്ര രാജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ 27 രാജ്യങ്ങളാണ്. 47 വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറിയത്. കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് M. അജിത് കുമാർ. M. അജിത് കുമാർ. കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ ചെയർമാൻ M. അജിത് കുമാർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 പുരുഷ വിഭാഗം നൊവാക് ജോക്കോവിക്, വനിതാ വിഭാഗം സോഫിയ കെനിൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, പ്രവാസി ഭാരതീയ കേന്ദ്രം പുനർനാമകരണം ചെയ്തിരിക്കുന്നത് സുഷമ സ്വരാജിന്റെ പേരിലാണ്. പ്രവാസി ഭാരതീയ കേന്ദ്രം പുനർനാമകരണം ചെയ്തിരിക്കുന്നത് സുഷമ സ്വരാജിന്റെ പേരിലാണ്. നിലവിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി വിനോദ് കുമാർ ശുക്ല. അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ്, പുരസ്കാരത്തിന് അർഹമായ കഥാസമാഹാരം ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. 47 വർഷത്തിന് ശേഷമാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ ചെയർമാൻ ആയ മലയാളിയാണ് M. അജിത് കുമാർ. M. അജിത് കുമാർ. IBMന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആന്ധ്ര സ്വദേശിയായ അരവിന്ദ് കൃഷ്ണയാണ്. IBMന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, IBMന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആന്ധ്ര സ്വദേശിയായ അരവിന്ദ് കൃഷ്ണ. മിശ്രവിവാഹിതരുടെ സുരക്ഷയ്ക്കായി അടുത്തിടെ സേഫ് ഹോം പദ്ധതി ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ്. മിശ്രവിവാഹിതരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സേഫ് ഹോം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. വേൾഡ് ഗെയിം അത്ലറ്റ് ഓഫ് ദ ഇയർ 2019 റാണി റാംപാൽ ആണ്. വേൾഡ് ഗെയിം അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഹോക്കി താരമാണ് റാണി റാംപാൽ. വേൾഡ് ഗെയിം അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം 2019 റാണി റാംപാൽ. 2020 ദേശീയ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിന്റെ അംഗീകാരം നേടിയ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഏതാണ്? തലക്കുളത്തൂർ പബ്ലിക് ഹെൽത്ത് സെന്റർ. തലക്കുളത്തൂർ പബ്ലിക് ഹെൽത്ത് സെന്റർ 2020 ദേശീയ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിന്റെ അംഗീകാരം നേടിയ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പേര് തലക്കുളത്തൂർ പബ്ലിക് ഹെൽത്ത് സെന്റർ. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിൽ വരുന്ന സംസ്ഥാനം നാഗാലാൻഡാണ്. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിലാണ് യുദ്ധസ്മാരകം നാഗാലാൻഡിൽ നിലവിൽ വരുന്നത്. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം ചോദിച്ചു കഴിഞ്ഞാൽ നാഗാലാൻഡ്. ഈയിടെ റംസാർ സൈറ്റിൽ ഇടം നേടിയ
നന്ദൂർ മാതമേശ്വർ കായൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. റംസാർ സൈറ്റിൽ ഇടം നേടിയ കായലാണ് നന്ദൂർ മാതമേശ്വർ കായൽ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. കേന്ദ്ര ബജറ്റ് 2020-21 ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2020 ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ചത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. അവതരിപ്പിച്ച തീയതി വേണം 2020 ഫെബ്രുവരി 1. ചോദ്യം: ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയ ധനമന്ത്രി അത് നിർമ്മല സീതാരാമൻ്റെ പേരിൽ തന്നെയാണ് ആ റെക്കോർഡ്. 2 മണിക്കൂറും 40 മിനിറ്റും എടുത്താണ് 2020-21 കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. സ്വന്തം റെക്കോർഡ് തന്നെയാണ് തിരുത്തിയത്. 2 മണിക്കൂർ 17 മിനിറ്റ് എന്നുള്ള റെക്കോർഡ് തിരുത്തി. ആ ഒരു ടൈം ഓർത്തു വെക്കുക. 2 മണിക്കൂറും 40 മിനിറ്റും എടുത്താണ് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്തത് കൂടുതൽ വാക്കുകൾ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചത് 91 ബജറ്റ് പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് ആണ്. ഏറ്റവും കൂടുതൽ വാക്കുകൾ ബജറ്റ് പ്രസംഗത്തിൽ ഉപയോഗിച്ചത് മൻമോഹൻ സിംഗിനാണ്. ഓക്കെ, കാർഷിക മേഖലയിൽ വിപണന പ്രതിസന്ധി മറികടക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് കൃഷി ഉഡാൻ. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാർഷിക മേഖലയിലെ വിപണന പ്രതിസന്ധി മറികടക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് കൃഷി ഉഡാൻ. പെട്ടെന്ന് കേടുവരുന്ന ഉൽപ്പന്നങ്ങളെ എളുപ്പത്തിൽ വിപണിയിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് കിസാൻ റെയിൽ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമങ്ങളിൽ വനിതാ സ്വയം സഹായ സംഘങ്ങൾ വഴി കാർഷിക സംഭരണശാല നടത്തുന്ന വനിതാ സംഘങ്ങൾ അറിയപ്പെടുന്നത് ധാന്യലക്ഷ്മി എന്നാണ്. ധാന്യലക്ഷ്മി. ഗ്രാമങ്ങളിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾ വഴി കാർഷിക സംഭരണശാലകൾ നടത്തുന്ന വനിതാ സംഘങ്ങൾ അറിയപ്പെടുന്നത് ധാന്യലക്ഷ്മി എന്നാണ്. രാജ്യത്തെ 5 പുരാവസ്തു കേന്ദ്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ഹരിയാനയിലെ രാഗിഗാർഹി, ഉത്തർപ്രദേശിലെ ഹസ്തിനപുര, ആസാമിലെ ശിവസാഗർ, ഗുജറാത്തിലെ ധോളവീര, തമിഴ്നാടിലെ ആദിച്ചനെല്ലൂർ. രാജ്യത്തെ 5 പുരാവസ്തു കേന്ദ്രങ്ങളാണ് സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ഹരിയാനയിലെ രാഗിഗാർഹി, ഉത്തർപ്രദേശിലെ ഹസ്തിനപുര, ആസാമിലെ ശിവസാഗർ, ഗുജറാത്തിലെ ധോളവീര, ആദിച്ചനെല്ലൂർ, തമിഴ്നാടിലെ ആദിച്ചനെല്ലൂർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്തത് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് അജിത് കുമാർ. ഓസ്ട്രേലിയൻ ഓപ്പൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2020 പുരുഷ വിഭാഗം മെൻസ് ടൈറ്റിൽ നേടിയത് നൊവാക് ജോക്കോവിക്കും വിമൻസ് ടൈറ്റിൽ സോഫിയ കെനിനുമാണ്. IBMന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അരവിന്ദ് കൃഷ്ണ. അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. മിശ്രവിവാഹിതരുടെ സുരക്ഷയ്ക്കായി സേഫ് ഹോം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. മിശ്രവിവാഹിതരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സേഫ് ഹോം പദ്ധതി ആരംഭിക്കുന്നത് കേരളത്തിലാണ്. വേൾഡ് ഗെയിം അത്ലറ്റ് ഓഫ് ദ ഇയർ റാണി റാംപാൽ. ദേശീയ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിന്റെ അംഗീകാരം നേടിയ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ് തലക്കുളത്തൂർ പബ്ലിക് ഹെൽത്ത് സെന്റർ. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിൽ വരുന്ന സംസ്ഥാനം നാഗാലാൻഡാണ്. റംസാർ സൈറ്റിൽ ഇടം നേടിയ നന്ദൂർ മാതമേശ്വർ കായൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ബജറ്റ് 2021 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗമായിരുന്നു. 2 മണിക്കൂറും 40 മിനിറ്റും. ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചത് മൻമോഹൻ സിംഗ്. കാർഷിക മേഖലയിലെ വിപണന പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ആവിഷ്കരിച്ചത് കൃഷി ഉഡാൻ. കേടുവരുന്ന ഉൽപ്പന്നങ്ങളെ എളുപ്പത്തിൽ വിപണിയിലെത്തിക്കുന്ന പദ്ധതിയുടെ പേര് കിസാൻ റെയിൽ. ഗ്രാമങ്ങളിൽ വനിതാ സ്വയം സഹായ സംഘങ്ങൾ വഴി കാർഷിക സംഭരണശാലകൾ നടത്തുന്നവർ അറിയപ്പെടുന്നത് ധാന്യലക്ഷ്മി. രാജ്യത്തെ 5 പുരാവസ്തു കേന്ദ്രങ്ങളാണ് രാഗിഗാർഹി, ഹസ്തിനപുര, ശിവസാഗർ, ധോളവീര, ആദിച്ചനെല്ലൂർ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്